Hello all and welcome to Career Talks with Avodha. ഇന്നത്തെ Career Talk നമ്മോടൊപ്പം ഉള്ളത് അഹമ്മദാണ്. അഹമ്മദ്, വെൽക്കം ടു Career Talks with Avodha. താങ്ക് യു സർ. ഓക്കെ അഹമ്മദിന്റെ സ്ഥലം എവിടാ? എന്റെ സ്ഥലം പാലക്കാടാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ആലത്തൂർ എന്ന സ്ഥലത്തിലാണ്. പാലക്കാടാണ്. ഓക്കെ ഓക്കെ. സോ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ 2 അനിയന്മാരാണ് ഉള്ളത്. സോ അപ്പോ ഏത് കോഴ്സാണ് നമ്മൾ അബോധിയിൽ ചൂസ് ചെയ്തിരുന്നത്? ഞാൻ Tally GST കോഴ്സാണ് എടുത്തിരുന്നത്. Tally GST ആയിരുന്നു. ഓക്കെ. സോ അഹമ്മദിന്റെ നേരത്തെ എന്താ പഠിച്ചിരുന്ന എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്? ഞാൻ ഡിഗ്രി ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എടുത്തിരുന്നത്. ബികോം ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണോ Tally GST ചൂസ് ചെയ്തത്? അതുകൊണ്ട് തന്നെയായിരുന്നു Tally എന്ന കോഴ്സ് ചൂസ് ചെയ്തിരുന്നത്? അതെ, അതുകൊണ്ട് Tally GST കോഴ്സ് ചൂസ് ചെയ്തിരുന്നത്. സോ അഹമ്മദ് ഇപ്പോ കറന്റ് എന്ത് ചെയ്യാ? ഇന്റേൺഷിപ്പിലാണ്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DGPS കമ്പനി ഇടപ്പള്ളി എറണാകുളം. ഓക്കെ. അപ്പം സ്റ്റാർട്ട് ചെയ്തു. എത്ര ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട്? സോ അപ്പോ ഇന്റേൺഷിപ്പിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? കമ്പനി സൈഡിൽ നിന്ന് സപ്പോർട്ടീവ് ആണോ? അവർ കറക്റ്റ് ടൈമിൽ വർക്ക് തരാറുണ്ടോ? അതെ, കുഴപ്പമില്ല. ഇപ്പൊ 2 ദിവസമായിട്ടേ ഉള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ. കമ്പനി കുഴപ്പമില്ല, നല്ല കമ്പനി, കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സോ അപ്പോ Tally GST എന്ന കോഴ്സ് ചൂസ് ചെയ്തിട്ട് നമ്മളെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ നല്ല പഠിക്കാനൊക്കെ നല്ല സഹായമായിരുന്നു. നല്ല ഹെൽപ്ഫുൾ. ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നീഡ് ഹെൽപ്പ്, അതുപോലെ ഡൗട്ട് ചോദിക്കാൻ. അങ്ങനെ നമുക്കിപ്പോ ക്ലാരിറ്റി ആയിട്ടില്ലെങ്കിൽ എല്ലാം പറഞ്ഞു തരാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നമ്മളെ റെക്കോർഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു? അങ്ങനെ ഇല്ല. നമുക്കിപ്പോ അങ്ങനെ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് അതിന്ന് മനസ്സിലാവാത്തത് ലൈവ് സെഷനിൽ വന്നിട്ട് ചോദിക്കുമ്പോഴും നല്ല ക്ലാരിറ്റിയോടെ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ എപ്പോഴായിരുന്നു അഹമ്മദ് ക്ലാസ് കണ്ടിരുന്ന ഒരു ടൈം ഷെഡ്യൂൾ? എപ്പോഴായിരുന്നു? ഞാൻ ഈവനിങ് ആയിരുന്നു. ഓക്കെ ഓക്കെ. എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ക്ലാസ്? ഏകദേശം 3 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഫസ്റ്റ് ടൈം ആണോ ഇന്റേൺഷിപ്പിലേക്കൊക്കെ പോകുന്നത്? അതെ, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നു? പഠിച്ച് കഴിഞ്ഞ അങ്ങനെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ. ഇവിടെ കോളേജ് പഠിച്ചു കഴിഞ്ഞിട്ടായിരുന്നു? അതെ, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുമ്പോൾ എടുത്തത്. ഓക്കെ. അപ്പം എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞ? എങ്ങനെ കോഴ്സ് ചൂസ് ചെയ്യണ്ടായിരുന്നു? കോളേജില് ചെറിയൊരു വന്നിട്ടുണ്ടായിരുന്നു അവോധന്റെ. അവര് വന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് അവോധ, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൺലൈൻ ക്ലാസ്സസ്, അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, എല്ലാം ഡീറ്റെയിൽസ് ആയി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവോധയെ പറ്റി കേട്ടത്. ഓക്കെ. സോ എടുത്ത ടൈമില് 2800 ഒരു ഫീസ് സ്ട്രക്ചർ കേട്ടാണല്ലോ. സോ ആ ടൈമിൽ ചിന്തിച്ചിരുന്നോ 2800 ഈ കോഴ്സ് ചെയ്താൽ വെറുതായിരിക്കും തോന്നിയിരുന്നു? ഇല്ല, ഒരിക്കലും ചിന്തിച്ചിരുന്നു. ഇപ്പോ വെറുതായിട്ട് തോന്നില്ലേ? തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം 2800 റുപ്പീസിന് എവിടെയും ഇങ്ങനെ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ. സോ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇതിനൊക്കെ അഹമ്മദ് പറഞ്ഞായിരുന്നോ അവോധയില് കോഴ്സ് ചെയ്യാൻ പോവാണ്, എനിക്കിപ്പോ ഇന്റേൺഷിപ്പ് കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലിയും ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു. ആദ്യം 2800 കെട്ടിയാൽ മതി, പിന്നെ ജോബ് കിട്ടുമ്പോൾ ബാക്കി ബാലൻസ് 10,000 കെട്ടിയാൽ മതി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ ഫസ്റ്റ് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ എല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞു കൊടുത്ത്. അവോധയിൽ നമുക്കൊരു മേഡം ഉണ്ടായിരുന്നു, എടുക്കാൻ വേണ്ടി ഞാൻ കോണ്ടാക്ട് ചെയ്തു. അവരുടെ എല്ലാവരും. സോ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ജാബ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു? ജാബിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ജാബിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയാം. ജാബ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അതിൽ ട്രെയിനിങ് തരുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതിനുള്ള കോൺഫിഡൻറ്റ് എല്ലാം, നമ്മൾ എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതിൽ ഇന്റർവ്യൂക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ബേസുകൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. സോ അഹമ്മദ്, ഇത്രയോ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് Career Talk. ഓക്കെ, താങ്ക് യു.